പല രക്ഷിതാക്കളും കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ് കുട്ടികൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ വേഗം ഉറങ്ങുന്നു. പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കുട്ടികൾ തന്നെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ ഈ പഠിക്കുന്ന സമയത്ത് എന്താ ഉറക്കം വരുന്നത് എന്ന്. ചിലപ്പോൾ ഉറക്കമില്ലാത്ത ആളുകൾക്ക് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു മരുന്നായിട്ട് കടുകട്ടിയുള്ള പുസ്തകം വായിക്കണമെന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം പഠിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും ഉറക്കം വരിക എന്നത് സ്വാഭാവിക പ്രതിഭാസമാണ്. ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾ വാട്സപ്പിൽ ഇപ്പോൾ നോക്കുക. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. വാട്സപ്പ് നോക്കുന്ന ടൈം ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറുകളോളം നിങ്ങൾ ആ വാട്സപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങൂല. ഉറക്കുക എന്നത് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. നിങ്ങളൊരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോ നിങ്ങൾ ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ആണ് കാണുന്നതെങ്കിലും നിങ്ങൾ ഉറങ്ങുകയില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് പുസ്തകം എടുക്കുക. വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷിൻ്റെ പുസ്തകം എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു പുസ്തകം എടുക്കാം. ആ പുസ്തകം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കൂ. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഉറക്കിത്തരാം. എന്താ കാരണം? ഇനി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഒരാളെ എടുത്തു നോക്കൂ. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാലും അയാൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ആവശ്യം വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ടാവും. എന്നാലും അയാൾ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നുണ്ട്. അയാൾ ആ അധ്വാനിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല. പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരാൾ 10 മിനിറ്റ് കൊണ്ട് ഉറക്കം വരുന്നു. ഇവിടെയാണ് കായികമായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരു ദിവസം 7 മണിക്കൂർ ഒരാൾ കായികാധ്വാനം നടത്തുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് എത്രയാണോ തലച്ചോറിൽ നിന്ന് ഊർജം ആവശ്യമുള്ളത്, അതുപോലെ തന്നെയാണ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പഠിക്കാനിരിക്കുന്ന കുട്ടിക്കും ഊർജം ആവശ്യമുള്ളത്. അതായത് 7 മണിക്കൂർ അധ്വാനിക്കുന്ന ആൾക്ക് വേണ്ട ഊർജത്തിൻ്റെ അതേ അളവ് 1.5 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്കും ആവശ്യം വരികയാണ്. അങ്ങനെ ഊർജം തലച്ചോറ് കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് ക്ഷീണം വരിക സ്വാഭാവികമാണ്. കാരണം പഠനം നടക്കുന്ന സമയത്ത് അത് എൻ്റർടൈൻമെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ, ആസ്വാദകരമല്ലാത്തത് കൊണ്ട് തന്നെ, അതിൽ ബുദ്ധിയുടെ പ്രവർത്തനം കൃത്യമായി പ്രോസസ്സിങ് അതിൽ നടക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ, മനസ്സിലാക്കാൻ പ്രയാസം നേരിടുന്നത് കൊണ്ട് തന്നെ ബുദ്ധി തലച്ചോറ് ഊർജം കൂടുതൽ ചെലവഴിക്കേണ്ടി വരികയാണ്. അപ്പോൾ ക്ഷീണം വരുന്നു. ക്ഷീണം വരുമ്പോൾ ഉറക്കവും സംഭവിക്കുന്നു. ഇവിടെ എന്താണ് പരിഹാര വഴിയായിട്ടുള്ളത്? കുട്ടികൾക്ക് ഇപ്പോൾ വെള്ളം കുടിക്കുക എന്ന ശീലം വളരെ കുറവാണ്. 1 മണിക്കൂർ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. അങ്ങനെയാണെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടി 6 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 12 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഈ വെള്ളം കുടിക്കുക എന്നത് തലച്ചോറിൻ്റെ ഊർജത്തിന് ആവശ്യമുള്ളതാണ്, ജലാംശം ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുട്ടികൾ കൃത്യമായി കുടിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തത്, ഈ ഉറക്കം വരുന്നതെല്ലാം തന്നെ ഈ പഠനത്തോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടോ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ടോ ഒക്കെ ആയതുകൊണ്ടാണ്. പഠനത്തെ ആസ്വാദികരമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ഭാവി ജീവിതത്തിലേക്ക് ഉള്ള ഒരു വഴിയാണ് എന്നും രസകരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും അതിനനുസരിച്ചുള്ള പഠന പ്രക്രിയകൾ സ്റ്റൈലുകൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറക്കം വരിക എന്നത് ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഇടവിട്ടുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ഉദാഹരണത്തിന് കണ്ടിന്യൂ ആയിട്ട് പഠിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കും. ആ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കുകയും ഒന്ന് പുറത്തിറങ്ങി നല്ല വായു ആസ്വദിക്കുകയും ചെയ്ത് വീണ്ടും പഠിക്കാനിരിക്കുമ്പോൾ ആ ക്ഷീണം ഇല്ലാതാവുകയും ഫ്രഷ് മൈൻഡ് രൂപപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ജലാംശം ശരീരത്തിൽ ആവശ്യമാണ്, തലച്ചോറിന് ആവശ്യമാണ്. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം 1 മണിക്കൂർ പഠിക്കുന്ന കുട്ടി കുടിക്കേണ്ടതുണ്ട്. ദിവസവും വെള്ളം കുടിക്കുക എന്ന ശീലം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആസ്വാദകരമായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠനം നടക്കും, ഓർമ്മ നടക്കും. നിങ്ങളൊരു TV പ്രോഗ്രാം കാണുന്നുവെങ്കിൽ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാലും ഉറക്കം വരുന്നില്ല. ആ 2 മണിക്കൂർ TV പ്രോഗ്രാം കണ്ടത് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം പറയാനും കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്?
അതിനെ നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നു, നമ്മളതിനെ ആസ്വദിക്കുന്നു, നമ്മളത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അതിനെ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ്. ഇതേ രീതിയിൽ തന്നെ 10 മിനിറ്റ് പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണം വരുന്നത് എന്തുകൊണ്ട്? ഈ 2 മണിക്കൂറിൻ്റെ എൻ്റർടൈൻമെൻറ്റ് പഠനത്തിൽ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെയും നേരത്തെ ഉള്ള ആ ഒരു വീഡിയോ കണ്ടതുപോലെ 2 മണിക്കൂർ പ്രോഗ്രാം, TV പ്രോഗ്രാം കണ്ടതുപോലെ ഒരു ആസ്വാദകനമായി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ക്ഷീണം ഉണ്ടാവില്ല, ഓർമ്മ വർക്ക് ചെയ്യും, ഇൻട്രസ്റ്റ് ഉണ്ടായിത്തീരും, ആ സമയത്ത് അറ്റൻഷൻ ഉണ്ടായിത്തീരും, എല്ലാം ഉൾക്കൊള്ളുമ്പോൾ പഠനം നടക്കുകയും ചെയ്യും. അത്തരത്തിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പഠനത്തെ മെച്ചപ്പെടുത്തുക. തീർച്ചയായിട്ടും നല്ല മേഖലയിൽ എത്തിപ്പെടാൻ സാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.